ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വേദ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിനായിട്ട് നമ്മൾ 2 പിടി തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ചേർത്ത് 2 വിസിൽ അടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർക്കാം. നമ്മളിതിലേക്ക് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, കൊത്തവരയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 2 വിസിൽ അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പൊട്ട് കായ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച ശേഷം നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇടുക. നന്നായിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് 1 സ്പൂൺ, 2-3 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക. ഇത് നമ്മൾ വെന്ത് വന്ന കഷ്ണത്തിലോട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമ്മൾ ഈ അരപ്പിലോട്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കി നമ്മൾ നന്നായിട്ട് ഈ അരപ്പ് ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ കടുക് താളിച്ചെടുക്കാം. ഇതിൽ കടുക് ഇടണം. 2 മണി ഉലുവ ഇട്ട ശേഷം 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കടുക് വറുത്തിട്ട് നമുക്ക് സാമ്പാറിലോട്ട് കൊട്ടാം. ഇതൊക്കെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ 2-3 പേർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും.